ഈണം മറന്ന കാറ്റേ, ഇതിലേ പറന്ന കാറ്റേ, ഇത്തിരി നേരം ഈ താരാട്ടിന് താളവുമായി വരൂ. ഈണം മറന്ന കാറ്റേ, ഇതിലേ പറന്ന കാറ്റേ, ഇത്തിരി നേരം ഈ താരാട്ടിന് താളവുമായി വരൂ. ഇന്നത്തെ കാഴ്ച ഇതാണ് കേട്ടോ കൂട്ടുകാരെ. ഇന്ന് ഞാറ് പറിയെല്ലാം കഴിഞ്ഞ് ഞാറ് നടൽ കഴിഞ്ഞു. അതിനുശേഷം 5 ദിവസം നിർത്താണ്ട് മഴ പെയ്തു. മഴ പെയ്തപ്പോൾ പാടത്തൊക്കെ നിറയെ വെള്ളം വന്നു. 2 കണ്ടത്തിൽ ഞാറ് കുറേശ്ശൊക്കെ ചീഞ്ഞു തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ വെള്ളം കൂടുതൽ കാരണം ചെറിയ ഓവുകളാണ് ഈ പാടത്തിന് 2 സൈഡിലുള്ളത്. അതുകൊണ്ട് തന്നെ കുറേ വെള്ളം ഇങ്ങനെ ഒഴുകുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. പിന്നെ ഇപ്പോൾ ഒരു വിരുന്നുകാരായിട്ട് കുറേ കടൽ കാക്കകളെ പോലുള്ള കടൽ കൊക്കുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ലേ വെള്ള കൊക്ക്, അതാണ് ആ കാണുന്നത് കേട്ടോ. പിന്നെ കുറേ എന്താ പറയുക ദേശാടന കിളികൾ പോലത്തെ കുറേ കിളികളും വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാഴ്ചയാണ് കാണണം കേട്ടോ. എൻ്റെ ഗ്രാമത്തിൻ്റെ ഭംഗി വളരെ ആസ്വദിക്കാൻ പറ്റുന്നത് ഒന്നാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. കണ്ടോ, കാക്കകളല്ല, ഇത് കൊക്കുകളാണ്. ഒരു തരം കൊക്കുകൾ ഇങ്ങനെ വരി വരിയായി നിരയായി പോകുന്നു കാണാം. പിന്നെ നമ്മുടെ ചന്ദ്രനെ കാണാം. 5:05 സമയമായിട്ടുള്ളൂ എങ്കിലും നമ്മുടെ മുറ്റത്ത് ചന്ദ്രൻ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവരും കാണാം. ഇങ്ങനെ നല്ല കാഴ്ചകളാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ സൂര്യൻ അസ്തമയ സമയമായിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ ഒരു ചാരനിറമുള്ള കുറേ കടൽക്കാക്കകൾ ഈ കണ്ടത്തിൽ വന്ന് നിൽക്കുന്നുണ്ട്. തനി കേരളം എന്ന് പറയുമ്പോൾ പാലക്കാട് തന്നെ വരണം. ശരിക്കും ഗ്രാമത്തിലെ കാഴ്ചകൾ കാണണമെങ്കിൽ നമ്മുടെ പാലക്കാട് തന്നെ കേട്ടോ ഏറ്റവും മനോഹരമായ കാഴ്ചകളുള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം പാടം നികത്തി വീട് വെച്ച് തുടങ്ങിയ ആൾക്കാർ, അങ്ങനെയുള്ള കാഴ്ചകളാണ് അധികവും കാണാറ്. ഇങ്ങനെ വെള്ളക്കെട്ടും ഒക്കെ നിൽക്കുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ ഉള്ളൂ. വേറെ ഭാഗത്തൊക്കെ കൃഷിയെല്ലാം ഇപ്പോൾ അധികം ആൾക്കാരും കൃഷി ചെയ്യാറില്ല. ശ്യാമസുന്ദര കേരകേദാര ഭൂമി, ആ പാട്ട് എത്ര മനോഹരമാണല്ലേ. ബാക്കി ലൈൻസുകളൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് ആ ഒരൊറ്റ വരി മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. ചെറിയ പോക്കറ്റ് റോഡ് ഉണ്ട് ഈ പാടത്തിന് കുറുകെയായിട്ട്. അപ്പോൾ അപ്പുറത്തെ ഭാഗത്തുള്ള നെൽകൃഷിയല്ല, നെല്ലായി വരണമെങ്കിൽ നെല്ലായി വരുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തുള്ളതെല്ലാം നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. ഞാറ് ഏകദേശം പൊന്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നാട്ടിലെ ഭംഗി വളരെ മനോഹരമാണ്. തീരനിരകളാടുന്നൊരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം, കവിത പാടും തീരം, കായലലകൾ പുൽകും തനുഹരിത കാറ്റിൽ, തുയിലുലാവും നാട്, നിറപൊഴിയേകാമെന്നരിയ നേരിനായി, പാടാ കുട്ടനാടിനീണം, തീരനിരകളാടുന്നൊരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം, കവിത പാടും തീരം. പാടത്തിനെ എത്ര വർണ്ണിച്ചാലും നമ്മൾക്ക് മതിയാവില്ല. ഇങ്ങനെയുള്ള കാഴ്ചകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. പച്ച എനിക്ക് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ പച്ചപ്പിനെ ഞാൻ ഏറെ സ്നേഹിക്കുന്നു. ഇത് ആ ഒരു സൈഡിലുള്ള റോഡാണ് കണ്ടോ, ചെറിയൊരു ഓവുകൾ മാത്രമാണ് ഈ കണ്ടത്തിനെ ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ കൂടെയാണ് നമ്മുടെ വെള്ളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നാടൻ പാട്ടിൻ്റെ മടിശീല കിലുങ്ങുമി നാട്ടിൻ പുറമൊരു യുവതി, നാടൻ പാട്ടിൻ്റെ മടിശീല
കാട്ടിൻ പുറമൊരു യുവതി. അങ്ങനെ എത്രയെത്ര പാട്ടുകളാണ് നമ്മുടെ കവികൾ ഭൂമിയെക്കുറിച്ചും നമ്മുടെ ഗ്രാമ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്നത്. ഇപ്പോൾ അസ്തമയത്തിൻ്റെ സമയമായിട്ടോ. ഞങ്ങളുടെ നാട് അത്രയും ഭംഗിയുള്ളതാട്ടോ. ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ കൃഷിക്കായിട്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. സൈഡിലൂടെ ഒരു ചെറിയ പോക്കറ്റ് റോഡ് പോകുന്നുണ്ട്. അത് നമ്മുടെ പള്ളിപ്പുറം ഭാഗത്തൊക്കെയുള്ള ആ വഴിക്കുള്ളതാട്ടോ. നല്ല അടിപൊളി കാഴ്ചയാണ് നമ്മുടെ നാട്. നാടെന്ന് വെച്ചാൽ നാട് തന്നെയാണ്. ഈ ആൾക്കാർ ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയില്ല. ഈ പാടത്തിൻ്റെ അപ്പുറത്തായിട്ടാണ് നദി ഒഴുകുന്നത് കേട്ടോ. ഇവിടത്തേക്ക് ആ നദിയുടെ പേര് നിള എന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള നദി ചെറിയ നദിയാണ്, അധികം വീതിയില്ലാത്ത നദിയാണ്. അപ്പോൾ അവിടുന്ന് അധികം വെള്ളം ഈ വഴിക്കാണ് വരിക കേട്ടോ കൂട്ടുകാരെ. ചെറിയ ചെറിയ ഓവുകളിലൂടെയൊക്കെ തന്നെയാണ് തോന്നുന്നു ഈ വെള്ളം ഇങ്ങോട്ട് എത്തുന്നത്. ഇന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഈ വർണ്ണസുരഭിയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ, ഈ വർണ്ണസുരഭിയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ, സ്വപ്നങ്ങളുണ്ടോ വർണ്ണങ്ങളുണ്ടോ. വസുന്ധരേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ കുറേ കൊക്കുകൾ ഇതാ പാറിപ്പറന്ന് ആ ഭാഗത്തൊരു എന്താ പറയുക ആലുണ്ട്. ഇതാ കാണുന്ന ആ ഭാഗത്തൊരു ആലുണ്ട്. ആ ആൽമരത്തിലാണ് ഈ കൊക്കുകളൊക്കെ ചേക്കേറുന്നത്. അപ്പോൾ അവരുടെ സൗണ്ടും ഒക്കെ ഈ പാടത്തുണ്ട്. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് കൂട്ടുകാർ.